എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല, അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ്. എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം? കറുപ്പിനെന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ്. കറുപ്പിനെന്താ കുഴപ്പം? അത് തിരിച്ച് ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ്. മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ആലോചിക്കാൻ പോലും വയ്യാത്ത ഇതാണ്. അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ, വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ്. ഉണ്ടാകണം, ഉറപ്പായിട്ട്. പുതിയ തലമുറയിലേക്ക് അത് പോകരുത്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ എത്ര വികലമായ മനസ്സുകളാണെന്ന്. പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീലം എഴുതി വയ്ക്കുമായിരുന്നു ആളിൽ. ഇപ്പോൾ അവിടെ ഒന്നും കാണാറില്ല അശ്ലീലം, ഒന്നും കാണാറില്ല അശ്ലീലം. കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. ED അതിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ED രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത്. കാരണം ഇപ്പോൾ ധർമ്മരാജൻ കൊണ്ടുവന്ന പൈസയാണെന്നാണ് പറയുന്നത്. നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ കണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ക്ലീനായിട്ട് ദേശീയ തലത്തിലുള്ള ഭരണകക്ഷിയെ, അതിൻ്റെ നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ED. ബാക്കിയുള്ളവരുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന ED ക്ലീനായിട്ട് കേരളത്തിലെ BJP നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഒറ്റ ചോദ്യത്തിന് വേണ്ടി മറുപടി പറഞ്ഞാൽ മതി. ധർമ്മരാജൻ ഈ പണം എവിടെ നിന്നാണ് കൊണ്ടുവന്ന്? എപ്പോഴും നമുക്ക് കുഴൽപ്പണ ഇടപാടിൽ ആദ്യം അന്വേഷിക്കുന്നത് എവിടെ നിന്നാണ് പണം വന്നതെന്നും എവിടേക്കാണ് കൊടുക്കാൻ കൊണ്ടുപോയതെന്നുമാണ് അന്വേഷിക്കുന്നത്. ഇത് രണ്ടും അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അവരുടെ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ഉൾപ്പെടെ ഇത് കവർച്ച ചെയ്തുകൊണ്ട് പോയപ്പോൾ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ആർക്കാണ് ആദ്യം ഫോൺ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് ആദ്യം ഫോൺ വിളിച്ചത്. അതിങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ. ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇനിയിപ്പോൾ പകരമായി ഇനിയിപ്പോൾ കരുവന്നൂരിൽ കൂടി CPMനെ കൂടി സഹായിക്കാമെന്ന് നോക്കിയാൽ മതി. ഇവർ തമ്മിലുള്ള നാടകങ്ങൾ കുറേ നാളുകളായി ഇത് ആവർത്തിക്കുന്നു. ഇത് അവസാനം പരസ്പരം കേസുകൾ ഇല്ലാതായി തീരുന്ന ഘട്ടത്തിലേക്കാണ് കേരളം പോകുന്നത്. അതായത് സംസ്ഥാന ഗവൺമെൻറ് ഇവർക്കെതിരെ എടുത്ത കേസും കേന്ദ്ര ഗവൺമെൻറ് CPM നേതാക്കന്മാർക്കെതിരായി എടുത്ത കേസ് രണ്ടും ഇല്ലാതായി പോകുന്ന, അലിഞ്ഞലിഞ്ഞില്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഈ കൊള്ള അന്വേഷിക്കാൻ ഇവർ പോലീസിലെ കൊള്ള അന്വേഷിക്കുന്നത്. കൊള്ള ഈ ഹൈവേ റോബറിയാണ്. ഹൈവേ റോബറി അന്വേഷിക്കേണ്ട പോലീസാണ്. EDക്കൊരു കാര്യമില്ല. ED അന്വേഷിക്കേണ്ടത് ഇത് അനധികൃതമായ പണമാണെന്നാണ്, അല്ലേ? PMLA ആക്ട് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റാണ്. മണി ലോണ്ടറിങ്ങിനെതിരായിട്ട് അന്വേഷിക്കണം. മണി ലോണ്ടറിങ് വരുമ്പോൾ എവിടെ നിന്നാണ് ഈ പണം വന്നിരിക്കുന്നത്? ഇത് കള്ളപ്പണമാണോ, ഇത് വൈറ്റ് മണിയാണോ എന്ന് അന്വേഷിക്കേണ്ട ജോലിയാണ്. PML ആക്ട് അനുസരിച്ച് അന്വേഷിക്കേണ്ടത് ED. അത് ഞങ്ങളല്ല അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ജോലി അല്ല അത്, അല്ലേ? വൈറ്റ് മണിയാണോ ബ്ലാക്ക് മണിയാണെന്നാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ED അന്വേഷിക്കേണ്ടത്. ഇനിയിപ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് നമ്മുടെ. അതവർ സ്വാഭാവികമായിട്ട് ഇന്നലെ പറയും. കാരണം അവർ ആ സീറ്റിൽ ഇരിക്കാൻ പോലും യോഗ്യതയുള്ള ആളല്ല എന്ന് ഇന്നലെ അവർ തെളിയിച്ചു. അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ അംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ 3-4 പ്രാവശ്യം എഴുന്നേറ്റാണ് ചീത്ത വിളിച്ചത്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളെല്ലാവരും. അതിൻ്റെ തലേ ദിവസവും അവർ മറ്റുള്ള PK ബഷീർ സംസാരിച്ചപ്പോഴൊക്കെ ഉണ്ടായി. മറ്റു മന്ത്രിമാർ പോയി ഇവരെ സാന്ത്വനിപ്പിക്കായിരുന്നു, മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട്. ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അവർ പറഞ്ഞത് ഇപ്പം മൈക്കിൽ കൂടി പറഞ്ഞതല്ല, പോടാ ചെറുക്കാന്ന് ഞങ്ങൾ കേട്ടതാണ്. പിന്നെ മൈക്കിൽ കൂടി പറഞ്ഞത് എന്താണ്? ഒരു നിയമസഭയിൽ ഒരു അംഗം പ്രസംഗിച്ചതിനെ വെർബൽ ഡയറിയ എന്ന്, അതായത് വാക്കിലൂടെയുള്ള അതിസാരം
എന്ന് പറയുന്ന എത്ര അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് വെർബൽ ഡയേറിയ എന്ന് പറയുന്നത്. തെറി പറയുന്നതിനേക്കാൾ മോശമായിട്ടുള്ളൊരു പ്രയോഗമല്ലേ. ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, എനിക്കൊന്നും അവർക്ക് മറുപടി പറയാനില്ല. എനിക്ക് ഒറ്റ സങ്കടം മാത്രമല്ല, ഇവർ പ്രൊഫസറാണ്, ഇവർ പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്താണ് എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അത് സത്യമല്ലേ? 10-20 വർഷം മുമ്പ് UDF ഗവൺമെൻറ് ഇക്കാര്യവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ എതിർത്ത ആളുകളാണ് ഇവരെല്ലാവരും. അന്ന് നമ്മൾ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമായിരുന്നുവെങ്കിൽ ഈ ബ്രെയിൻ ഡ്രെയിൻ, നമ്മുടെ ഈ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, 10,000-കണക്കിന് കുട്ടികളുടെ ക്രീമായിട്ടുള്ള കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകില്ലായിരുന്നു. അവർ ഇവിടെ നിന്ന് പഠിക്കുകയും ഇവിടെ നിന്ന് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവകലാശാലകൾ വന്ന് ഇവിടെ തന്നെയുള്ള ജോലി സാധ്യതകളൊക്കെ ഉണ്ടാകുമായിരുന്നു. എല്ലാ കാര്യവും വൈകിയല്ലേ ഇവർ പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കറക്റ്റാണ്, ശശി തരൂരിൻ്റെ പോസ്റ്റ്.